ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം വാച്യാർത്ഥം, ലക്ഷ്യാർത്ഥം, രണ്ടു തരം. ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു മീനിങ്, അതാണ് വാച്യാർത്ഥം. അപ്പൊ ചിലപ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു വാച്യാർത്ഥം ചിലപ്പോ നമുക്ക് ഉദ്ദേശിക്കുന്ന അർത്ഥത്തെ തരില്ല. അപ്പൊ നമ്മള് ലക്ഷ്യാർത്ഥം കണ്ടാലേ അതിന്റെ ശരിയായിട്ടുള്ള ആ പദം കൊണ്ട്, ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പറഞ്ഞു, ലക്ഷ്യാർത്ഥം തന്നെ പല വിധത്തിലുണ്ട്. ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കണമല്ലോ. പല ലക്ഷ്യാർത്ഥം ഉണ്ടാവാതെ പറ്റില്ല. കറക്റ്റായിട്ടുള്ള ലക്ഷ്യാർത്ഥം വേണം. എന്നാൽ മാത്രമേ ജീവബ്രഹ്മ ഐക്യം നമുക്ക് കിട്ടുകയുള്ളൂ. അതാണല്ലോ ലക്ഷ്യം. ജീവബ്രഹ്മ ഐക്യം ഉണ്ട്. അതെന്താണ്? അതെങ്ങനെ പറ്റും? അപ്പൊ ജീവൻ എന്ന് കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ജീവൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ശരീരവും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾ. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആരാണ്? ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈശ്വരൻ ആരാണ്? സകല സൃഷ്ടിക്കും കാരണമായ ആള്, നമ്മളിൽ നിന്ന് എത്രയോ മഹത്വം ഉള്ള ആള്. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആള് ഭഗവാൻ അനുഗ്രഹിക്കുന്ന ആള്, നമ്മ കർമ്മം ചെയ്യുന്ന ആള് ഭഗവാൻ കർമ്മത്തിന്റെ ഫലം തരുന്ന ആള്. ഇങ്ങനെ പലതരത്തില് വ്യത്യാസം, ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് നമ്മുടെ മനസ്സിൽ. എപ്പോഴും വ്യത്യാസമാണ്. പക്ഷേ ശാസ്ത്രം പറയുന്നു അങ്ങനെ ഇല്ല, ഈശ്വരാംശം തന്നെയാണ് നമ്മള്. പക്ഷെ നമ്മളതറിയുന്നില്ല. ആത്മാ എന്നാണ് നമ്മൾ ശരിയായിട്ടുള്ളത്. നമ്മുടെ ചൈതന്യമാണ്, നമ്മൾ അറിവ് സ്വരൂപമാണ്. നമ്മൾ ഈശ്വരനും അറിവ് സ്വരൂപമാണ്, രണ്ടും അറിവ് സ്വരൂപമാണ്. ഈ ഐക്യത്തെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ജീവൻ എന്നുള്ള വാക്കിന്റെയും ബ്രഹ്മം അഥവാ ഈശ്വരൻ എന്നുള്ള ജീവൻ എന്ന വാക്കിന്റെയും ഈശ്വരൻ എന്ന വാക്കിന്റെയും വാച്യാർത്ഥങ്ങളെ മാത്രം എടുത്താൽ ഇത് മനസ്സിലാവില്ല. അതിന് ലക്ഷ്യാർത്ഥം വെച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നോക്കിയത്. അപ്പൊ അതുപോലെ ആ ലക്ഷ്യാർത്ഥം പലവിധമുണ്ട് എന്നും കൂടി ആചാര്യസ്വാമി പറയുകയാണ്. എന്നിട്ട് വേണം നമുക്ക് അതിനകത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ലക്ഷ്യാർത്ഥത്തെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്ന് ഈ ഐക്യത്തിലേക്ക് എത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ തതസ്തുതൗ ലക്ഷണയാസു ലക്ഷ്യൗ, അടുത്ത ശ്ലോകമാണ്. തതസ്തുതൗ ലക്ഷണയാസു ലക്ഷ്യൗ തയോരഖണ്ഡൈകരസത്വസിദ്ധയേ നാലം ജഗത്യാന തഥാ ജഗത്യാ കിന്തു ഭയാത്തൈധ കഥയൈവ ഭാവ്യം. തതസ്തുതൗ ലക്ഷണയാസു ലക്ഷ്യൗ തയോരഖണ്ഡൈകരസത്വസിദ്ധയേ നാലം ജഗത്യാന തഥാ ജഗത്യാ കിന്തു ഭയാത്തൈധ കഥയൈവ ഭാവ്യം. ഇത് ഈ ഒരു നമ്മുടെ സ്വാമി സിദ്ധാർത്ഥാനന്ദയുടെ പുസ്തകത്തിൽ നിന്ന് ഉള്ള ഒരു ശ്ലോകമാണ് ഇപ്പൊ ഇട്ടത്. നമ്മൾ പഠിക്കുന്ന നമ്മുടെ ആചാര്യർ പറഞ്ഞു തന്ന ശ്ലോകത്തിൽ അവസാനത്തെ വരിയിൽ വ്യത്യാസമുണ്ട്. കിന്തു ഭയാത്യാത്മ്യാത്മികയൈവ ഭാവ്യം എന്നാണ് നമ്മൾ പഠിക്കുന്ന ശ്ലോകത്തിൽ. അപ്പൊ അർത്ഥം പറഞ്ഞു വരുമ്പോ അങ്ങനെയാണ് വരിക. കിന്തു ഭയാത്യാത്മ്യാത്മികയൈ ഉഭയാർത്യാത്മികയൈവ ഭാവ്യം. കിന്തു ഭയാത്യാത്മികയൈവ ഭാവ്യം എന്നാണ് വരിക. അത് ഞാൻ ഗ്രൂപ്പിൽ ഞാൻ പിന്നെ ഇട്ടേക്കാം. ആധ്യാത്മികയൈവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോ വാക്യാർത്ഥം ലക്ഷ്യാർത്ഥം എന്ന വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. അത് തന്നെയാണ് ഇവിടെ ഈ ശ്ലോകത്തിലും പറയുന്നത്.
ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പല വാക്കുകളും പറയും, കേൾക്കും. ആദ്യം മനസ്സിൽ വാച്യാർത്ഥം വരും. ആ വാച്യാർത്ഥവും ആ സന്ദർഭത്തിൽ വരേണ്ട കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതുമായിട്ട് ഒരു വിയോജിപ്പ് തോന്നും മനസ്സിൽ. എന്തോ ശരിയല്ലല്ലോ, പറയണതും ഇതും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നൊരു തോന്നൽ വരും. അങ്ങനെ വരുമ്പോ ആ നമ്മൾ അറിയാതെ തന്നെ ആ വാക്കുമായിട്ട് ബന്ധപ്പെട്ട വേറെ വസ്തുവിനെ നമ്മൾ സ്വീകരിക്കും. അല്ലാതെ പറ്റത്തില്ല. അത് ശരിയല്ല എന്ന് നമുക്ക് തോന്നും. അപ്പൊ വേറെ കാണും. അല്ല, അങ്ങനെ ശരിയാകാൻ വരില്ല. അപ്പൊ നമുക്ക് വേറൊരു രീതിയിലാണെങ്കിലോ എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യാർത്ഥം കിട്ടും. ഇപ്പൊ ഒരു കുട്ടിയെ അമ്മ വഴക്ക് പറയുന്നു, ദേഷ്യം കൊണ്ട് വഴക്ക് പറയുക. കുഞ്ഞെന്തോ കുറുമ്പൊക്കെ കാണിച്ചപ്പോ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരണക്കേടൊക്കെ കാണിച്ചപ്പോ പറഞ്ഞു, നീ എന്റെ മുഖത്തിനി നോക്കണ്ട, നീ എന്റെ മുഖത്തിനി നോക്കണ്ട എന്ന് പറഞ്ഞു. അവിടെ അതിന്റെ വാച്യാർത്ഥമാണോ നമ്മൾ എടുക്കണ്ടേ? ശരി, എന്നാ ഇനി മുഖം നോക്കാതിരുന്നേക്കാം, അങ്ങനെയാണോ? അല്ല. നീ എന്റെ മുഖത്തിനി നോക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നേ? ഒരു വഴക്ക് പറയുന്നു, നീ തെറ്റുകൾ ചെയ്യുന്നു, അങ്ങനെയല്ല, നീ നല്ല കുട്ടിയാവണം എന്നൊക്കെയല്ലേ അതിന്റെ ഉദ്ദേശം, ലക്ഷ്യാർത്ഥം. അല്ലാതെ മുഖത്ത് നോക്കണ്ട എന്ന് മാത്രമാണോ? അതാണോ അതിന്റെ ഉദ്ദേശിച്ച അർത്ഥം? അല്ല. അപ്പൊ അവിടെ വാച്യാർത്ഥം പറ്റില്ല, അവിടെ ലക്ഷ്യാർത്ഥമാണ് എടുക്കുന്നത്. ശാസ്ത്രം ഈ ലക്ഷ്യാർത്ഥത്തെ തന്നെ 3 വിധമുണ്ട് എന്ന് പറയും. അതാണ് ഒരു പുതിയ അറിവ് നമുക്ക് വരുന്നത്. 3 തരം ലക്ഷ്യാർത്ഥമുണ്ട് എന്ന് ഇവിടെ ശാസ്ത്രം പറഞ്ഞു തരുന്നു. ജഹല്ലക്ഷണ. ജഹല്ലക്ഷണ. ജഹത് എന്ന് പറഞ്ഞാൽ വിടുക എന്നാണ് അർത്ഥം. ജഹല്ലക്ഷണ, അജഹല്ലക്ഷണ, ജഹാജഹല്ലക്ഷണ. 3 ജഹല്ലക്ഷണ, അജഹല്ലക്ഷണ, ജഹാജഹല്ലക്ഷണ. ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ജഹല്ലക്ഷണ എന്ന് പറഞ്ഞാൽ വിട്ടുകളയുക. ഒരു വാക്കിന്റെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വന്ന അർത്ഥത്തെ മുഴുവനും വിട്ടുകളയുക. ആദ്യം കിട്ടുന്ന ആ ഒരർത്ഥത്തെ മുഴുവൻ വിട്ടുകളയുക. ജഹല്ലക്ഷണ, വിട്ടുകളയുക. ഒരു വാക്കിന്റെ, നമ്മൾ കേട്ട വാക്കിന്റെ മുഴുവൻ അർത്ഥത്തെയും വിട്ടിട്ട് വേറൊരു അർത്ഥത്തെ എടുക്കുന്നതാണ് ജഹല്ലക്ഷണം. ഒരർത്ഥത്തെ മുഴുവനായിട്ട് വിട്ടുകളയും, വേറെ ഒരു അർത്ഥത്തെ സ്വീകരിക്കും. അതായത് ജഹല്ലക്ഷണ എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥത്തെ പാടെ ഉപേക്ഷിച്ച് വേറെ അർത്ഥം സ്വീകരിക്കുന്നതിനാണ് ജഹല്ലക്ഷണ എന്ന് പറയുന്നത്. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ഇന്ത്യ കളിക്കുന്നു എന്ന് പറയും. ഇന്ത്യയാണ് കളിക്കുന്നത്, ഓസ്ട്രേലിയ ആണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആണ് കളിക്കുന്നത് എന്ന് നമ്മൾ പറയും. അങ്ങനെ പറയുമ്പോൾ ശരിക്കും ആ ദേശമാണോ അവിടെ കളിക്കുന്നത്? ദേശം ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. ദേശം ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ഇംഗ്ലണ്ടിൽ തന്നെ ഉണ്ട്. അതാ ആ ഭൂമി അവിടെ തന്നെ ഉണ്ട്. ആ ദേശമല്ല അവിടെ കളിക്കുന്നത്. ഇംഗ്ലണ്ട് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ ഇംഗ്ലണ്ടിലെ കളിക്കാര് ആ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കളിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ ദേശത്തിലെ ആൾക്കാർ, അവിടെ ദേശം എന്നുള്ളതിന് നമ്മൾ ത്യാഗം ചെയ്യും. ദേശമല്ലല്ലോ അവിടെ കളിക്കുന്നത്. ആ ദേശം അങ്ങോട്ട് വന്ന് ആ മണ്ണ് ആണോ? അല്ല. ദേശത്തെ നമ്മൾ ത്യാഗം ചെയ്യും, എന്നിട്ടോ കളിക്കാരെ സ്വീകരിക്കും. ദേശത്തെ ത്യാഗം ചെയ്ത് കളിക്കാരെ സ്വീകരിക്കും. ദേശത്തെ ത്യാഗം ചെയ്തു, ആ ദേശത്തിലെ കളിക്കാരെ നമ്മൾ സ്വീകരിക്കുന്നു. അപ്പൊ വാച്യാർത്ഥം ഇന്ത്യ കളിക്കുന്നു അല്ലെങ്കിൽ ഇംഗ്ലണ്ട് കളിക്കുന്നു എന്നുള്ള വാച്യാർത്ഥം, ഇംഗ്ലണ്ട് എന്നുള്ള വാച്യാർത്ഥത്തെ വിട്ടിട്ട് അവിടുത്തെ കളിക്കാരെയാണ്, നമ്മളെ കളിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ശാസ്ത്രത്തില് ഉദാഹരണം വേറൊരു രീതിയിലാണ് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇത് തന്നെ, മീനിങ് ഒക്കെ ഇത് തന്നെ. വീട് എവിടെ എന്ന് ഒരാളോട് ചോദിച്ചു, താങ്കളുടെ വീട് എവിടെയാണ്? അപ്പൊ അയാൾ പറഞ്ഞു ഗംഗയിലാണ്. വീട് എവിടെയാന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഗംഗയിലാണ്, എൻ്റെ വീട് ഗംഗയിലാണെന്ന്. അപ്പൊ ഗംഗയിൽ വീട് വെക്കാൻ പറ്റൂ? ഗംഗ എന്ന് പറഞ്ഞാൽ നദിയല്ലേ, അത് ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഗംഗയില്, എൻ്റെ ഗ്രാമം ഗംഗയിലാണ് അല്ലെങ്കിൽ എൻ്റെ വീട് ഗംഗയിലാണ്, അത് നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ? ആ ഒറ്റ വാക്ക് ആ വാച്യാർത്ഥം പറ്റുമോ? ഗംഗയിൽ വീട് പറ്റില്ല, ഗംഗയിൽ ഗ്രാമവും ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല.
ഗംഗ എന്നാൽ ഒരു നദീജല പ്രവാഹമാണ്, ഒരു നദിയാണ്, ജലപ്രവാഹമാണ്. ഈ ജലപ്രവാഹത്തിൽ വീടോ ഗ്രാമമോ അങ്ങനെയൊക്കെ പറ്റുമോ? പറ്റില്ല. അത് ജലപ്രവാഹം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു, നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീട് എവിടെയാണെന്ന് അയാൾ പറയുന്നത്, അവിടെയാണ് എൻ്റെ വീട്, ഗംഗയിലാണ് വീട്, ഗംഗയിലാണ് വീട് എന്ന് പറയാം. അപ്പൊ എന്താണ്? ഗംഗയെ വിട്ടിട്ട് അതിന്റെ നദിക്കരയെ, ഗംഗാ നദിയുടെ കരയെ സ്വീകരിക്കും. ആ കരയിലാണ് വീട്, അതാണ് പറയുന്നത് ഗംഗയിലാണെന്ന്. നദിയിലെ നദിക്കരയിൽ. അപ്പൊ അയാൾ പ്രത്യേകിച്ച് ഗംഗാ നദിക്കരയിലാണ് എൻ്റെ വീട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗംഗയിലാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാമല്ലോ, ഗംഗയിലല്ല, ഗംഗയുടെ തീരത്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പൊ അങ്ങനെ ഗംഗാ നദിക്കരയിൽ വീട്, അല്ലെങ്കിൽ ഗംഗാ നദിക്കരയിലാണ് എൻ്റെ ഗ്രാമം, ഗംഗയിലാണ് എൻ്റെ ഗ്രാമം എന്ന് പറയുമ്പോൾ ഗംഗാ നദിക്കരയെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ജഹൽ ലക്ഷണ. അതായത് വാച്യാർത്ഥത്തെ പാടെ വിട്ടിട്ട് വേറെ അർത്ഥം എടുക്കുന്നു. ഇതാണ് ജഹൽ ലക്ഷണ എന്ന് പറയുന്നത്. ഇനി അജഹൽ ലക്ഷണ, രണ്ടാമത്തേത് അജഹൽ ലക്ഷണ. വാച്യാർത്ഥത്തെ വിടാതെ വേറെ ഒന്നിനെയും കൂടെ അതിനകത്തേക്ക് ചേർക്കും. വാച്യാർത്ഥത്തെ വിടാതെ വേറെ ഒന്നിനെ അതിനകത്ത് ചേർക്കും. അതെങ്ങനെയാ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, വെള്ളം കൊണ്ടുവരൂ എന്ന് പറയുക. ഒരാൾ പറയുന്നു വെള്ളം കൊണ്ടുവരൂ എന്ന് പറയുന്നു. അപ്പോ മറ്റേ ആള് ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവരും. വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോ ഒരു പാത്രത്തില്, ഗ്ലാസ്സിലോ എന്തെങ്കിലും ആവട്ടെ, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരുന്നു. അയാളോട് വെള്ളം മാത്രമല്ലേ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞുള്ളൂ, ഗ്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞോ, അല്ലെങ്കിൽ ഈ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞോ എന്ന് ആരും ചോദിക്കാറില്ല. വെള്ളം കൊണ്ടുവരൂ എന്ന് പറയുമ്പോ ആള് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരും, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവരുന്നു. അപ്പോ തിരിച്ച് അയാളോട് നിങ്ങളോട് വെള്ളം മാത്രമല്ലേ കൊണ്ടുവരാൻ പറഞ്ഞുള്ളൂ, പാത്രം കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ എന്ന് ആരും പറയാറില്ല. ഇവിടെ വെള്ളം എന്ന് പറയുമ്പോ അത് കൊണ്ടുവരാനുള്ള പാത്രവും കൂടെ ചേർത്ത് വേണം മനസ്സിലാക്കാൻ. ആരാ ഈ വെള്ളം കൊണ്ടുവരേണ്ട ആള് അല്ലെ? വെള്ളം കൊണ്ടുവരൂ എന്ന് പറയുമ്പോ വെള്ളം കൊണ്ടുവരേണ്ട ആള് എന്ത് മനസ്സിലാക്കണം? വെള്ളം ഒരു പാത്രത്തിലോ, അങ്ങനെ വെള്ളം കൊണ്ടുവരാൻ ഒരു പാത്രവും ഒരു അതിനു വേണ്ട ഒരു സംവിധാനവും കൂടെ ആയിട്ട് വേണം വെള്ളത്തെ കൊണ്ടുവരാനുള്ള പാത്രവും കൂടെ ചേർത്താണ് ഇവിടെ പറയുന്നത്. അത് മനസ്സിലാക്കുന്ന ആള് വേണം അത് ചെയ്യാൻ. അല്ലാത്തതിന് ഇല്ലയോ ഞാൻ എങ്ങനെ കൊണ്ടുവരും വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു പാത്രം എടുത്ത് വെള്ളം കൊണ്ടുവരും. അപ്പൊ ഇവിടെ പാത്രവും കൂടെ ചേർത്താണ് പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നത്. വെള്ളം കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരും തന്നെ അയാൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ശാസ്ത്രത്തിൽ സാധാരണ പറയുന്ന ഒരു, വേദാന്തത്തിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. കുറെ കുതിരകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് ഒരാൾ പറഞ്ഞു ചുവന്നത് ഓടുന്നു, ചുവന്നതാണ് നന്നായിട്ട് ഓടുന്നതെന്ന് പറയുന്നു. ചുവന്നതാണ് നന്നായിട്ട് ഓടുന്നത്. കുറെ കുതിരകൾ ഓടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞു ചുവന്നതാണ് നന്നായിട്ട് ഓടുന്നത് എന്ന് പറഞ്ഞു. ചുവപ്പ് നന്നായിട്ട് ഓടുന്നു എന്ന് പറഞ്ഞു. ചുവപ്പ് നന്നായിട്ട് ഓടുന്നു, ഇതാണ് അവിടെ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പൊ ചുവപ്പ് എന്ന് പറഞ്ഞ നിറമാണോ അവിടെ ഓടുന്നേ? അവിടെ എന്താ മനസ്സിലാക്കണ്ടേ? ചുവപ്പ്, ചുവപ്പ് ഓടുക, അതെങ്ങനെ ശരിയാവണേ? ചുവപ്പ് ഒരു നിറമല്ലേ, അതെങ്ങനെ ഓടണേ? ചുവപ്പ് ഓടുന്നു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുക? അല്ല, ചുവപ്പ് ഓടുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുതിരയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു ഏതാണ്ട് ചുവന്ന നിറമുള്ള ഒരു കുതിര ഓടിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ള കുതിരകളുണ്ട്, വെള്ളക്കുതിരയുണ്ട്, തവിട്ട് നിറത്തിലുള്ള കുതിരയുണ്ട്, കറുത്ത കുതിരയുണ്ട്. അതിനിടയിൽ ഒരു ജസ്റ്റ് ചെറിയ ചുവപ്പ് നിറമുള്ള ഒരു കുതിരയും കൂടി ഉണ്ട്. അത് നന്നായിട്ട് ഓടുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ ചുവപ്പ് നന്നായി ഓടുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഉദ്ദേശിച്ചത് ചുവപ്പ് നിറമുള്ള ആ കുതിര എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോ ചുവപ്പ് എന്നതിന്റെ കൂടെ കുതിരയെ കൂടി അവിടെ ഉൾപ്പെടുത്തി, വെള്ളത്തിന്റെ കൂടെ ഗ്ലാസ്സിനെ ഉൾപ്പെടുത്തിയ പോലെ. അപ്പോ ആ വെള്ളത്തെ ഉപേക്ഷിക്കുന്നില്ല, ചുവപ്പിനെയും ഇവിടെ ഉപേക്ഷിക്കുന്നില്ല, അതിന്റെ കൂടെ കൂട്ടിയേ ഉള്ളൂ. വാച്യാർത്ഥത്തെ പാടെ ഉപേക്ഷിക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ കാര്യത്തിലെ പോലെ ഇല്ല. ഇവിടെ വാച്യാർത്ഥത്തെ വിടുന്നില്ല, അതിന്റെ കൂടെ വേറൊന്നുകൂടെ കൂട്ടുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വാച്യാർത്ഥത്തെ വിടുന്നില്ല. വെള്ളം കൊണ്ടുവരും എന്ന് പറയുമ്പോൾ വെള്ളത്തെ വിട്ടുകളഞ്ഞില്ല. ചുവപ്പ് ഓടുന്നു എന്ന് പറയുമ്പോൾ ചുവപ്പിനെയും വിട്ടുകളഞ്ഞില്ല. വെള്ളത്തിന്റെ കൂടെ അത് കൊണ്ടുവരാനുള്ള പാത്രവും കൂടെ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. ചുവപ്പ് ഓടുന്നു എന്ന് പറയുമ്പോൾ അത് കുതിര
കുതിരപ്പന്തയം നോക്കിക്കൊണ്ടാണ് ഇത് കാര്യം പറയുന്നത് കൊണ്ട് കുതിരയാണ് ചുവപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിറമുള്ള കുതിരയെയാണ് എന്നും മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ രണ്ടും വിടുന്നില്ല. അഹല്ലക്ഷണ എന്ന് പറയുന്ന ഇവിടെ വാച്യാർത്ഥത്തെ വിടുന്നില്ല, അതിന്റെ കൂടെ വേറെ അറ്റാച്ച് ചെയ്യുന്നു, അത്ര മാത്രം. ഇനി ജഹാജഹൽ ലക്ഷണ എന്ന് പറഞ്ഞു. ജഹാജഹൽ ലക്ഷണ അപ്പോ എന്താണ് അവിടെ വരിക? ആദ്യം ജഹൽ ലക്ഷണ പറഞ്ഞു, വാച്യാർത്ഥത്തെ പൂർണ്ണമായിട്ട് വിടുന്നു. പിന്നെ അജഹൽ ലക്ഷണ പറഞ്ഞു, വാച്യാർത്ഥത്തെ വിടാതെ വേറെ അർത്ഥത്തെ കൂടെ അവിടെ കൊണ്ടുവരുന്നു, വേറെ ഒന്നിനെ കൊണ്ടുവരുന്നു. ഇനി ജഹാജഹൽ ലക്ഷണ, പകുതിയെ വിട്ട് പകുതിയെ എടുക്കും. പകുതി മീനിങ്, പകുതി അർത്ഥത്തെ എടുത്ത് പകുതിയെ വിടുന്നു. അതെങ്ങനെയാ നമുക്ക് നോക്കാം. ഉദാഹരണം വരുമ്പോൾ മനസ്സിലാവും. പകുതിയെ എടുത്ത് പകുതിയെ വിടുന്നു. ഒരു മാമ്പഴം തന്നിട്ട് ഒരാൾ പറയുന്നു മാമ്പഴം കഴിക്കൂ എന്ന് പറയുന്നു. നമ്മുടെ കയ്യിൽ ഒരു മാമ്പഴം തന്നിട്ട് മാമ്പഴം കഴിക്കൂ എന്ന് പറഞ്ഞൊരു വീട്ടിൽ ചെന്നപ്പോൾ മാമ്പഴം തന്നിട്ട് പറഞ്ഞു മാമ്പഴം കഴിക്കൂ എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? കഴിക്കാൻ പറഞ്ഞല്ലോ, മാമ്പഴം കഴിക്കാൻ പറഞ്ഞല്ലേ തന്നേ, എന്നാ ശരി ഇതിന്റെ മൊത്തത്തിൽ അങ്ങ് കഴിച്ചേക്കാം എന്നും പറഞ്ഞ് അതിന്റെ തൊലിയും അതിനകത്തുള്ള ആ വിത്തും മാങ്ങണ്ടിയും എല്ലാം കൂടെ നമ്മൾ കഴിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ അതിന്റെ കഴമ്പ് ദശ മാത്രം കഴിക്കും, അല്ലേ? അപ്പോ വേണ്ടതിനെ എടുത്ത് വേണ്ടാത്തതിനെ ഉപേക്ഷിക്കും. വേണ്ടത് മാത്രമേ നമ്മൾ അതിനകത്ത് നിന്ന് എടുക്കുള്ളൂ. അവര് തന്നു, കഴിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അതിനെ മുഴുവൻ കഴിക്കണം എന്നൊരു ഉദ്ദേശമല്ല അവർ പറഞ്ഞ്. അതിനകത്തുള്ള അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? മാമ്പഴത്തിന്റെ ദശ കഴിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ ചെയ്യുകയുള്ളൂ. കഴമ്പ് മാത്രം, മാമ്പഴത്തിന്റെ കഴമ്പ് മാത്രം നമ്മൾ സ്വീകരിക്കും, ബാക്കി നമ്മൾ കളയും. അപ്പൊ മുഴുവൻ വാച്യാർത്ഥവും, മാമ്പഴം കഴിക്കൂ എന്ന് പറഞ്ഞതിന്റെ മുഴുവൻ വാച്യാർത്ഥവും നമ്മൾ എടുക്കുന്നില്ല. കുറച്ച് ഭാഗം സ്വീകരിക്കുന്നു, കുറച്ച് നമ്മൾ കളയുന്നു. ശരി, ഇത്രയൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്ത്? ജഹൽ ലക്ഷണ, അജഹൽ ലക്ഷണ, ജഹാജഹൽ ലക്ഷണ. വാച്യാർത്ഥത്തെ ഉപേക്ഷിക്കുന്നു, വാച്യാർത്ഥത്തിന്റെ കൂടെ വേറെ ചേർക്കുന്നു, പിന്നെ പകുതി സ്വീകരിക്കുന്നു. അങ്ങനെ പകുതിയെ വിട്ട് പകുതിയെ സ്വീകരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കിയത്. ഇത്രയൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? വേദാന്തത്തിൽ ഇതിനൊക്കെ എന്ത് കാര്യം? ജീവബ്രഹ്മ ഐക്യം പറയുമ്പോൾ എന്തിനാ വരുന്നേ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ രണ്ട് തത്വമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ തത്വമാണ്? ജീവതത്വവും ഈശ്വര തത്വവും. തത് ത്വം അസി എന്നുള്ളതിലെ തത് എന്ന ഈശ്വര തത്വം, ത്വം എന്ന ജീവതത്വത്തെയും അസി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇത് എന്നുള്ളതിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് നമ്മളിപ്പോ പറഞ്ഞ 3 ലക്ഷ്യാർത്ഥങ്ങൾ പറഞ്ഞു. ലക്ഷ്യാർത്ഥങ്ങളുടെ വിഭജനമാണ് ഈ പറഞ്ഞത്. 1 വാച്യാർത്ഥത്തെ പൂർണ്ണമായി വിടുന്ന ജഹൽ ലക്ഷണ, 2 അജഹൽ ലക്ഷണ, 3 ജഹാജഹൽ ലക്ഷണ. ഇതില് ഏതിനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സ്വീകരിക്കേണ്ടത്? നോക്കാം. മൂന്നാമത്തേത് നമ്മൾ സ്വീകരിക്കേണ്ടത്, മൂന്നാമത്തേത് ജീവനെ എടുക്കുക. ജീവൻ എന്തൊക്കെയാ ഉള്ളേ? 2 അംശമുണ്ട്. എന്താണ്? ആത്മാ എന്ന അംശവും അനാത്മാ എന്ന അംശവും. നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ് അനാത്മാ എന്താണ്, ആത്മാ എന്താണ്. അതിനകത്ത് ഒരു സംശയവും വരേണ്ട കാര്യമില്ല. വളരെ ക്ലിയർ ആയിട്ട് ആചാര്യസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അനാത്മാ എന്തൊക്കെയാണെന്ന്, ആത്മാ എന്താണെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ജീവനെ എടുത്തിട്ട് അതിന്റെ 2 അംശത്തെ നോക്കുക. ആത്മാ എന്ന അംശവും അനാത്മാ എന്ന അംശവും. ആത്മാ എന്താണ്? അറിവ് സ്വരൂപം, ചൈതന്യ സ്വരൂപം, സച്ചിത് ആനന്ദത്തിലെ സത്ത് ചിത്ത്, അതാണ് ആത്മാ. സച്ചിത് ആനന്ദമാണ് ആത്മാ. ഇനിയോ അനാത്മാ എന്ന് പറഞ്ഞാലോ പഞ്ചകോശങ്ങൾ, അല്ലെ? പഞ്ചകോശങ്ങളാണ് അനാത്മ. കയ്യകാല് ഇങ്ങനെയുള്ള സംഗതികൾ, ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം അനാത്മ. ശരീരം അനാത്മാ. ശരീരത്തിനകത്തുള്ള ആ ശക്തി അത് ആത്മാ. അപ്പോ ആത്മാ അനാത്മാ. ഇത് ഈ പിരിവ് ഇങ്ങനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. 2ആയിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ? നമ്മുടെ മനസ്സിൽ 2 ആയിട്ടുണ്ട്. ആത്മ അനാത്മ എന്നും തിരിവ് നമ്മുടെ മനസ്സിലുണ്ട്. ഓക്കെ. ഇനി ഈശ്വരനെ എടുത്താലോ? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അതാണ് ഈശ്വരന്റെ ഒരു ഭാഗം. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന അറിവ് സ്വരൂപമായ ചൈതന്യം. പിന്നെയോ ജഗത് കാരണമായ മായ. മായയ ഈശ്വരൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ജഗത് കാരണമായ മായ.
ഇനി ഇത് രണ്ടെണ്ണം നമ്മൾ നോക്കി. ജീവൻ, ആത്മാ, അനാത്മാ, ഈശ്വരൻ, സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ എന്ന ഒന്ന്, ജഗത് കാരണമായ മായ എന്നുള്ള ഭാഗം ഒന്ന്. ഇതില് ജഗല്ലക്ഷണ വഴിക്ക് പോയാൽ എന്താണ് ജഗല്ലക്ഷണ പറയുന്നത്? ജഗല്ലക്ഷണയിൽ പോയാൽ അത് വിട്ടുകളയാനാ പറയുന്നത്. വാച്യാർത്ഥത്തെ പൂർണ്ണമായിട്ട് വിടാൻ പറയും. അപ്പൊ വാച്യാർത്ഥത്തെ പൂർണ്ണമായിട്ട് വിടുകയാണെങ്കിൽ, ജീവനെ പൂർണ്ണമായിട്ട് വിടുകയാണെങ്കിൽ എന്തു പോവും? ജീവന്റെ എല്ലാ അംശങ്ങളെയും കളയണം. ജീവനിപ്പോ രണ്ടംശം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ആത്മാ എന്ന നമ്മുടെ മനസ്സിൽ നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്നത് രണ്ടംശമാണ്, ആത്മാ എന്ന അംശവും അനാത്മാ എന്ന അംശവും. അപ്പോ ജഗല്ലക്ഷണ എടുത്താൽ അത് പൂർണ്ണമായിട്ട് വാച്യാർത്ഥത്തെ വിടണം, ജീവനെ പൂർണ്ണമായിട്ട് വിടണം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഐക്യത്തിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എല്ലാ അംശത്തെയും ത്യാഗം ചെയ്താൽ പറ്റില്ല. കാരണം അവിടെ നിത്യമായ ചൈതന്യം, ആത്മാ എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ട്. അതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ജഗല്ലക്ഷണ എടുത്ത് അതിനെ ഉപേക്ഷിച്ചാൽ പിന്നെ നമുക്ക് ഐക്യത്തിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ശരിയല്ല. മാത്രമല്ല അങ്ങനെ കളയാൻ പറ്റില്ല, അവിടെ ഉണ്ടല്ലോ, അത് അവിടെ ഉള്ളതാണ്, അങ്ങനെ കളയാൻ പറ്റില്ല. അപ്പോ ജഗല്ലക്ഷണ പറ്റില്ല. കാരണം ജീവനിലെ സത്യമായ അംശം എന്താണ്? എന്നെന്നും നിലനിൽക്കുന്ന അംശം എന്താണ്? ചൈതന്യ സ്വരൂപമാണ്, ആത്മാ എന്നതാണ്. മറ്റേത് വരും പോവും, അനാത്മാക്കൾ വരികയും പോവുകയും ചെയ്യും, മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ സത്യമായിട്ടുള്ളത് ആത്മാ ആയതുകൊണ്ട് അതിനെ വിടാൻ പറ്റില്ല. അപ്പൊ ജഗല്ലക്ഷണ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി അജഹൽ ലക്ഷണ എടുത്താലോ? അജഹൽ എന്താണ്? വാച്യാർത്ഥത്തെ വിടാതെ വേറെ ഒന്നിനെ ചേർക്കുന്നൊരു പരിപാടിയാണ്. അപ്പൊ എന്താ അവിടെ നോക്കാം. ജീവന്റെ അടുത്ത് സംസാരത്തെ തരുന്ന പഞ്ചകോശങ്ങളുണ്ട്, നമുക്കറിയാം. ജീവന്റെ അടുത്ത് സംസാരത്തെ തരുന്ന പഞ്ചകോശമുണ്ട്. അതുള്ളിടത്തോളം കാലം ഈശ്വരനോട് ചേരാൻ പറ്റില്ല. അതുള്ളിടത്തോളം കാലം ഈശ്വരനോട് ചേരാൻ പറ്റുമോ? പറ്റില്ല. അതിനാൽ ജീവന്റെ അടുത്തുള്ളതിനെ വച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനെ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനില്ല. നേരത്തെ മാമ്പഴത്തിന്റെ കാര്യം പറഞ്ഞപ്പോ വെള്ളം കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോ എന്തായി? വെള്ളവും ഗ്ലാസും ഉണ്ട്, രണ്ടും വേണം. അവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഒന്നിനെ കൂടെ ചേർക്കുകയാണ് ചെയ്തത്. വെള്ളത്തിന്റെ കൂടെ ഗ്ലാസിനെ ചേർക്കുന്നു, ചുവപ്പിന്റെ കൂടെ കുതിരയെ ചേർക്കുന്നു. അപ്പോ അവിടെ ഉള്ളതിനെ കളയാതെ അതിനോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? പഞ്ചകോശങ്ങളുണ്ട്, അതാണ് സംസാര കാരണം. അതിന്റെ കൂടെ ചേർത്താൽ ഈ ജീവബ്രഹ്മൈക്യത്തിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ അജഹൽ ലക്ഷണ എടുത്താൽ ജീവന്റെ അടുത്ത് സംസാരത്തെ തരുന്ന പഞ്ചകോശമുണ്ട്, അത് ഉള്ളിടത്തോളം കാലം ഈശ്വരനോട് ചേരാൻ പറ്റില്ല. അതിനാൽ ജീവന്റെ അടുത്തുള്ളതിനെ വച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനാൽ അജഹൽ ലക്ഷണയും ഇവിടെ യോജിക്കില്ല. ആദ്യത്തത് പറഞ്ഞു ജഹൽ ലക്ഷണ യോജിക്കില്ലെന്ന് പറഞ്ഞു, രണ്ടാമത്തെ അജഹൽ ലക്ഷണ യോജിക്കില്ലെന്ന് പറഞ്ഞു, മൂന്നാമതായിട്ട് ജഹാജഹൽ ലക്ഷണ. ജീവനിലെ ഒന്നിനെ സ്വീകരിച്ച് മറ്റേതിനെ ഉപേക്ഷിക്കുന്നു. ജീവനിലെ ഒന്നിനെ സ്വീകരിക്കും, മറ്റേതിനെ ഉപേക്ഷിക്കും. എങ്ങനെയാണത് ചെയ്യുക? ചൈതന്യത്തെ സ്വീകരിച്ച് പഞ്ചകോശത്തെ ഉപേക്ഷിക്കുന്നു. ജീവനിലെ ചൈതന്യത്തെ സ്വീകരിച്ച് പഞ്ചകോശങ്ങളെ ഉപേക്ഷിക്കുന്നു. ഒന്നിനെ വിടുന്നു, മറ്റേതിനെ വിടുന്നില്ല. അതുപോലെ ഈശ്വരതത്വത്തിലും നോക്കണല്ലോ, എന്നാലേ ഐക്യം പറയാൻ പറ്റുള്ളൂ. ഈശ്വരതത്വത്തിൽ എന്താണുള്ളത്? ചൈതന്യവും മായയും. ആരെയെ വിടണ്ടേ? മായയെ വിടണം. പഞ്ചകോശത്തെ വിട്ട പോലെ മായയെ വിടുക. മായയെ വിടുമ്പോ ബാക്കി എന്തുണ്ട്? ചൈതന്യം, അറിവ് സ്വരൂപം ചൈതന്യം മാത്രം അവിടെ നിൽക്കുന്നു. അപ്പൊ രണ്ടിലും ഇപ്പൊ ബാക്കി വന്നത് ഏതൊക്കെയാണ്? ജീവനില് ചൈതന്യം ബാക്കിയായി, ഈശ്വരതത്വത്തിലും ചൈതന്യം മാത്രമായി. രണ്ടിലും ചൈതന്യം മാത്രം, രണ്ടിലും അറിവ് സ്വരൂപം മാത്രം. അപ്പോ ജീവന്റെയും ഈശ്വരന്റെയും ഐക്യം പറയണമെങ്കിൽ ജഹാജഹൽ ലക്ഷണ ഉപയോഗിച്ചേ മതിയാകൂ. ജീവനിലുള്ള പഞ്ചകോശത്തെ വിടണം, ചൈതന്യത്തെ നിർത്തണം. ഈശ്വരനുള്ള മായയെ മാറ്റണം, ചൈതന്യത്തെ നിർത്തണം. രണ്ടും അറിവ് സ്വരൂപം, രണ്ടും സച്ചിദാനന്ദമാണ്. അപ്പോ ഐക്യമായി. അങ്ങനെയാണ് ഐക്യം ഉണ്ടാകുന്നത്. നമുക്കതിന്റെ ശ്ലോകത്തിലേക്കൊന്ന് പോകാം. ഈ ജഹാജഹൽ ലക്ഷണയ്ക്ക് വേറെ ഒരു ഉദാഹരണം പറയും. അത് അടുത്ത ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അപ്പൊ നോക്കാം. ഇനി ഇവിടത്തെ നോക്കാം.
തതസ്തു തൗ ലക്ഷണയാ സലക്ഷ്യൗ. തതഹ അതുകൊണ്ട്, അതായത് എന്തിനെ കൊണ്ട്? ഉപാധിയെ നീക്കേണ്ടത് അല്ലെ. ഉപാധി കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കണേന്ന് പറഞ്ഞു. ഐക്യം നമുക്ക് മനസ്സിലാക്കാത്തത് ഉപാധികൾ ഉള്ളത് കൊണ്ടാണ് എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. അപ്പോ ഇവിടെ തതഹ എന്ന് പറയുമ്പോ ഉപാധിയെ നീക്കേണ്ടതിനാൽ, ജീവനിലും ഈശ്വരനിലും ഉള്ള ഉപാധിയെ നീക്കേണ്ടതിനാൽ, നീക്കേണ്ടത് മാത്രം നീക്കണം അല്ലെ. നീക്കേണ്ടത് മാത്രമേ നീക്കാൻ പാടുള്ളൂ. ശരീരത്തിലെ ഇപ്പോ അവിടെ ഇവിടെയൊക്കെ ചില മുഴകളൊക്കെ വന്നു കഴിഞ്ഞാൽ, വില പഴുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയും? അത് മാത്രം എടുത്തു കളയും അല്ലേ. ആ ഒരു പരു വന്നതിനെ മാത്രം എടുത്തു കളയും. ഇപ്പൊ തലയിൽ ഒരു മുഴ വന്നു, അതൊരു പിന്നീട് കുഴപ്പമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എന്ത് ചെയ്യും? അത് മാത്രമായിട്ട് എടുത്തു കളയും. തലയെടുത്ത് കളയോ? ഇല്ലല്ലോ, അത് മാത്രം എടുത്ത് നീക്കും. അപ്പോ അതുപോലെ ഉപാധിയെ നീക്കേണ്ടതിനാൽ തൗ, തതസ്തൗ അല്ലെ, തതസ്തു തൗ എന്നാണ് പറഞ്ഞത്. അപ്പോ തതഹ തൗ, ആ രണ്ട് ജീവനും ഈശ്വരൻ, ആ രണ്ട് തൗ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഈശ്വരനും ജീവനും ലക്ഷണയ, തതസ്തു തൗ ലക്ഷണയ സുലക്ഷ്യൗ. ലക്ഷണയ, ലക്ഷണ കൊണ്ട്, സുലക്ഷ്യൗ നന്നായിട്ട് അറിയണം. ഇതിനെ രണ്ടിനെയും ലക്ഷണ കൊണ്ട് നന്നായിട്ട് അറിയണം. എന്നിട്ടോ തയോഹോ അഖണ്ഡൈക രസത്വസിദ്ധയേ. തയോഹോ രണ്ടിന്റെയും, അതായത് ഈശ്വരന്റെയും ജീവന്റെയും അഖണ്ഡമായ ഏകരസം, ഒന്നായ ആ അദ്വൈതത്തെ, അഖണ്ഡമായ ഏകരസത്തെ, ഏകരസം എന്ന് പറഞ്ഞാൽ ഒന്നാണ് എന്നുള്ളതിനെ, അഖണ്ഡമായ ഒരേ ഒരു രസം എന്ന് ആണ് നമുക്ക് കിട്ടേണ്ടത് എന്നത് സിദ്ധിക്കുവാൻ, സിദ്ധയെ രണ്ടും, അതായത് ഒരേ ഒരു രസമേ ഉള്ളൂ, ആ ഒരു രസം അഖണ്ഡമാണ്, അദ്വൈതമാണ്. അത് കിട്ടുവാനായിട്ട്, അദ്വൈതം കിട്ടുവാനായിട്ട്, ഐക്യം കിട്ടുവാനായിട്ട് ലക്ഷണ ഉപയോഗിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. തതസ്തു തൗ ലക്ഷണയാ സുലക്ഷ്യോ തയോരഖണ്ഡൈക രസത്വസിദ്ധയേ. രസത്വസിദ്ധയെ അത് കിട്ടാനായിട്ട് ലക്ഷണ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇനി എന്താ പറയണ അടുത്ത ഇതില്? ന അലം ജഹത്യാന്ന് തഥാ ജഹത്യ. ന അലം കിന്തു, അതിനാൽ. എന്താണ്? അല്ല, ന അലം ജഹത്യ ജഹൽ കിന്തു അടുത്ത വാക്ക്, അടുത്ത വരിയിലാണ്. ഈ വരിയിൽ മൂന്നാമത്തെ വരിയില് നാലം ജഹത്യാണ് തഥാ ജഹത്യ. ന അലം ജഹത്യ, ജഹൽ ലക്ഷണ പറ്റില്ല. ന അഹം ജഹത്യ എന്ന് പറഞ്ഞാൽ ജഹൽ ലക്ഷണ പറ്റില്ല. തഥാന അജഹത്യ, അവിടെ അത് തന്നെ, അജഹൽ ലക്ഷണയും പറ്റില്ല. ജഹൽ ലക്ഷണയും പറ്റില്ല, തഥാന അജഹത്യ. അപ്പോ അജഹൽ ലക്ഷണയും പറ്റില്ല. കിന്തു എന്നാൽ ഉഭയാത്യാത്മ്യാത്മികയൈവ ഭാവം. ഉഭയോഹോ, ഉഭയാർത്ഥ അല്ല, ഉഭയോഹോ അല്ല, ഉഭയാർത്ഥ ആത്മികത, ആത്മികയാ ഏവ ഭാവ്യം. ഉഭയാർത്ഥ ആത്മികയാ ഏവ ഭാവ്യം. അതാണ്, ഞാനത് ഗ്രൂപ്പിലിടാം. അതാണ് ഇവിടെ ആചാര്യർ നമുക്ക് കിട്ടിയത്, നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു തരുന്നത്. കിന്തു ഭയാർത്യാത്മികയൈവ ഭാവ്യം. കിന്തു ഭയാർത്യാത്മികയൈവ ഭാവ്യം എന്നാണ് നമുക്ക് തരുന്നത്. ഉഭയാർത്ഥ, ഉഭയാർത്ഥ ആണ്, ഉഭയാർത്ഥാത്മിക, ഉഭയാർത്ഥാത്മികയൈ, ഉഭയാർത്ഥ ആത്മികയ ഏവ ഭാവ്യം. ഉഭയാർത്ഥ എന്ന് പറഞ്ഞാൽ രണ്ടും ചേർത്ത്, രണ്ട് അർത്ഥവും ചേർത്ത്. ഉഭയാർത്ഥ രണ്ട് അർത്ഥവും ചേർത്ത് ഭാവ്യം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ടർത്ഥവും ചേർത്ത് എടുത്താണ് ചെയ്യേണ്ടത്. എന്ത്? രസത്വൈക സിദ്ധയെ. ആ രസം കിട്ടണമെങ്കിൽ, ഐക്യം കിട്ടണമെങ്കിൽ, രണ്ടും ഒന്നായി എന്നുള്ളത് കിട്ടണമെങ്കിൽ രണ്ടർത്ഥവും ചേർത്ത് പോണം എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ആത്മികയാ ഏവ, രണ്ടും ഒരു വ്യത്യാസമില്ലാത്ത പോലെ എടുക്കണം. രണ്ടും വ്യത്യാസമില്ലാത്ത ഇരിക്കുന്ന ഭാഗത്തെ എടുക്കണം. ആത്മികയാ ഏവ എന്ന് പറഞ്ഞാൽ ഒരുപോലെ വ്യത്യാസമില്ലാതെ ഇരിക്കുന്നതിനാൽ അതിനെ രണ്ടിനെയും എടുക്കണം. രണ്ട് ലക്ഷണവും ചേർത്ത് വേണം ഇത് സിദ്ധിക്കാൻ. ഏത്? ഏകരസം എന്നുള്ള ഐക്യം സിദ്ധിക്കാൻ. ഒന്ന് തനിയെ ജഹൽ ലക്ഷണ പറ്റില്ല,
അജഹൽ ലക്ഷണ പറ്റില്ല, ജഹാൽ ജഹൽ ലക്ഷണ എടുക്കണം. കാരണം രണ്ടും ഒരുപോലെ വ്യത്യാസമില്ലാതെ ഇരിക്കുന്നതിനാൽ അതിനെ സ്വീകരിക്കണം. അതാണ് ചൈതന്യം. രണ്ടിലും വ്യത്യാസമില്ലാതെ ഇരിക്കുന്നത് എന്താണ്? ചൈതന്യം. ആ ചൈതന്യത്തെ ചൈതന്യത്തെ അതാണ് ചെയ്യേണ്ടത്. ഭാവ്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഉഭയാർത്ഥ രണ്ടും ചേർത്ത്, രണ്ടർത്ഥവും ചേർത്ത് ഭാവ്യം ചെയ്യേണ്ടത് അതാണ്. അങ്ങനെ ആ ഐക്യവിചാരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 3 ലക്ഷണ ഏത് ലക്ഷണ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിനുള്ള ക്ലാരിറ്റിയാണ് കിട്ടിയത്. ജഹൽ ലക്ഷണ പറ്റില്ല, വാച്യാർത്ഥം മാത്രം, വാച്യാർത്ഥത്തെ വിട്ട് അങ്ങനെ അത് മാത്രം പറ്റില്ല. പിന്നെന്താ? അജഹൽ ലക്ഷണ വിടാതെ അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ടും പറ്റില്ല. പിന്നെ ജഹാജഹൽ പകുതി ചേർത്ത്, പകുതി എടുത്ത് പകുതി ഉപേക്ഷിക്കണം, രണ്ടിലെയും. അപ്പോ ജീവബ്രഹ്മൈക്യം നമുക്ക് ഇവിടെ കാണാം. വാച്യാർത്ഥത്തിൽ കൂടി ജീവനെയും ഈശ്വരനെയും ചിന്തിച്ചാൽ ഐക്യം സിദ്ധിക്കില്ല. ജീവന് വേറെ ലക്ഷ്യാർത്ഥമുണ്ട്, ഈശ്വരനും വേറെ ലക്ഷ്യാർത്ഥമുണ്ട്. അതിലൂടെ ഐക്യം സിദ്ധിക്കും. രണ്ടിന്റെയും ലക്ഷ്യാർത്ഥത്തെ എടുത്തു വന്നാൽ അതിലൂടെ ഐക്യം സിദ്ധിക്കും. രണ്ടും ചൈതന്യ സ്വരൂപം, രണ്ടും ജ്ഞാനസ്വരൂപം, രണ്ടും അറിവ് സ്വരൂപം എന്ന ആ സത്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എങ്ങനെ? ജഹാജഹൽ ലക്ഷണയിൽ കൂടെ. ജഹൽ ലക്ഷണ പറ്റില്ല, അജഹൽ ലക്ഷണ പറ്റില്ല, ജഹാജഹൽ ലക്ഷണ. പകുതിയെ വിട്ട് പകുതിയെ സ്വീകരിക്കണം. പകുതിയെ വിടുമ്പോ അനാത്മാവിനെ വിടും ജീവനെ സംബന്ധിച്ചിടത്തോളം, ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം മായയെ വിടും. പകുതിയെ വിട്ട് പകുതിയെ സ്വീകരിക്കണം. മറ്റേ പകുതി ഏതാണ്? ജീവനിലെ ചൈതന്യ സ്വരൂപം, ഈശ്വരനിലെ ചൈതന്യ സ്വരൂപം. രണ്ടിലും ചൈതന്യ സ്വരൂപം മാത്രം എടുക്കുക. അപ്പോൾ അവിടെ ഐക്യമായി. മറ്റേത് രണ്ടും വന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ശാശ്വതമല്ല. സത്യമായത് ചൈതന്യ സ്വരൂപം മാത്രമാണ്. എന്നുമുള്ളത് ചൈതന്യ സ്വരൂപമാണ്. അത് ആത്മാ എന്ന് പറയുന്നതാണ്. അത് തന്നെയാണ് ബ്രഹ്മം. രണ്ടും ചൈതന്യ സ്വരൂപമാണ്. നമ്മൾ അജ്ഞാനം കൊണ്ട് നമ്മളിലുള്ള ചൈതന്യ സ്വരൂപത്തെ മനസ്സിലാക്കാതെ നമ്മളിലെ അനാത്മാവിനെ ഞാൻ 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 എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈശ്വരനിലെ ചൈതന്യ സ്വരൂപത്തെ മനസ്സിലാക്കാതെ ഈ കാണുന്ന ലോകമാണ് ഈശ്വരൻ, ലോകം ലോകം ലോകം, ഈ മായയെ ലോകം എന്ന് വിചാരിച്ച് ഈശ്വരൻ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഈശ്വരൻ ഈ കാണുന്ന മായയല്ല, അതിനപ്പുറമുള്ള ആ ചൈതന്യ ശക്തിയാണ് ഈശ്വരൻ. നമ്മുടെ ഉള്ളിലും നമ്മൾ ഈ കാണുന്ന ശരീരമോ ഇന്ദ്രിയങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ഉള്ളിലുള്ള ഇതിനെയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഈ ശക്തി, ഇത് രണ്ടും ഒരേ ശക്തിയാണ്. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയും നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തിയും ഒന്ന് തന്നെയാണ്. നമ്മളാണത്. നമ്മൾ, ഞാൻ എന്ന് പറയുന്നത്. അതിനാണ് എപ്പോഴും രമണ മഹർഷി പറയുന്നേ, ഏത് പ്രശ്നമായിട്ട് ചെന്നാലും പറയും, ആദ്യം പറയും ഞാൻ ആര് എന്ന് ചിന്തിച്ചോളൂ, എല്ലാ പ്രശ്നങ്ങളും മാറും. എന്താണ്? അനാത്മാവാണ് പ്രശ്നങ്ങൾ. അനാത്മാവിനെ ഉപേക്ഷിച്ച് ആത്മാ എന്നുള്ളതിലേക്ക് വന്നാൽ എല്ലാം അവിടെ തീരും. എന്താ കാരണം? ഇത് വരുന്നതും പോകുന്നതുമാണ്, വളർന്നുകൊണ്ടും നശിച്ചുകൊണ്ടും ഇരിക്കുന്നതാണ്. ഇതും നശിക്കും, ഇതും തീരും. ആ ചൈതന്യം മാത്രം ഇവിടെ നിലനിൽക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാൻ പറ്റിയത്. അപ്പൊ ഈ 3 ലക്ഷണയില് ജഹൽ ലക്ഷണ, അജഹൽ ലക്ഷണ, ജഹാജഹൽ. അതിൽ ജഹാജഹൽ ഒന്നിനെ വിട്ടിട്ട് അവിടെ ഉള്ള ഒന്നിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ വേണം ഐക്യം മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇതിവിടെ ഉപസംഹരിക്കാം. എല്ലാം നന്നായിട്ടുള്ളില് മനസ്സിലാകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം. സായിരാം സാർ. സായിരാം സായിരാം സാർ. സായിരാം സായിരാം. സായിരാം 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 സാർ.